കണ്ടില്ലേ നല്ല അടിപൊളി ശീമക്കൊന്ന ടോണിക്ക്. ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ റോക്കറ്റ് സ്പീഡിൽ നമ്മൾ ചെടികൾ വളരും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ഒന്ന് വീഡിയോയിലിട്ട് പോകാം. കണ്ടില്ലേ അടിപൊളി ശീമക്കൊന്ന ടോണിക്ക്. നമുക്കൊന്ന് ഒഴിക്കാം. ഫുള്ളായിട്ട് ബക്കറ്റിൽ കുറേ ഉണ്ട്. ഒഴിച്ച് കൊടുത്താൽ ഇത് ജൈവമാണ്, ധാരാളം നൈട്രജൻ ഉള്ളതാണ്. ഇഷ്ടം പോലെ മുട്ടുകൾ ഉണ്ടാവാനും പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാവാനും പച്ചക്കറിക്കൊക്കെ നല്ല ബെസ്റ്റാണ്. കണ്ടോ പൂക്കൾ ഇതിങ്ങനെ വിരിയാനുണ്ട് കേട്ടോ, നന്നായിട്ട് വിരിയും. ഇത് നല്ല അടിപൊളിയാണ്. ഇതിനൊരു ചില്ലിക്കാശ് മുടക്കില്ല എന്ന് അതിൻ്റെ പ്രത്യേകത. കുറച്ചൊഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഈ മഞ്ഞപ്പൂവിന് ഇത് പച്ചമുളകിനൊക്കെ ബെസ്റ്റാട്ടോ, നന്നായിട്ട് കായ്ക്കും. എൻ്റെ മുളകിനെ വണ്ണം നോക്കി, വണ്ണോ എന്താ വലിപ്പോ. ഇതവിടെയൊക്കെ അത് ചെറിയ തൈകളാണ് കണ്ടോ, ഇതിനൊക്കെ ഉണ്ടായേ കണ്ടോ, ചെറുതാ. ഈ ടോണിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം, ചില്ലിക്കാശ് മുടക്കൂല, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല പവർഫുൾ വളമാണ് ഇത്. വളം മാത്രമല്ല കേട്ടോ, ഇത് നല്ലൊരു കീടനാശിനി കൂടിയാണ്. ഇതിൻ്റെ പേരാണ് ശീമക്കൊന്ന ടോണിക്ക്. അടിപൊളിയാണ്. എൻ്റെ പൂക്കളെ കണ്ട എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ പൂക്കൾ ഉണ്ടാകും, നിങ്ങൾക്ക് എങ്ങനെ പച്ചക്കറി ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും ചോദിക്കും. ഞാൻ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ശീമക്കൊന്നാന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് വരാൻ പോണത്. ഒരു കമ്പ് കൊണ്ടുപോയി നട്ടുകൊടുത്താൽ മതി. അതിന് വലിയ പരിചരണേ വേണ്ട, നട്ടിട്ട് പോയി കടന്നുറങ്ങിയാലും മതി. ഇഷ്ടം പോലെ ഇലകളുണ്ട്. ഇലയാണല്ലോ വേണ്ടത്. നമ്മളെ ചാണകം വരെ തോറ്റുപോകും. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുണ്ട് കേട്ടോ. തുടങ്ങുക കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് പഴയത് ഞങ്ങളെ കാണിച്ച്, ഇനി പുതിയത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം അതിന് വേണ്ടി നമ്മളെ താരം ശീമക്കൊന്ന കൊണ്ടുപോയിട്ട് ഞാനൊരു കമ്പ് പൊട്ടിച്ചിങ്ങെടുത്താൽ ഇത് വേലിമലൊക്കെ ഉണ്ടാവും. റോഡ് സൈഡിൽ വേലിമലൊക്കെ ഉണ്ടാവും. പൊട്ടിക്കുന്നത് അത് നല്ലത്, എന്നാലേ അത് ഉഷാറിലുണ്ടാവുള്ളൂ. കമ്പ് കുറേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കുറേ ഇതിങ്ങനെ ഊരിയെടുക്കുക. ഇല മാത്രം അങ്ങോട്ട് ഊരിയെടുക്കുക. ഒരു പിടിയല്ല, കുറച്ചധികം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ കൃഷി എടുക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ പകുതി വരെയൊക്കെ എടുക്കുക. പിന്നെ ഇതിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാജിക് എന്താ വെച്ചാൽ ഇത് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ അടങ്ങിയത് കൊണ്ട് ഈ നൈട്രജൻ എന്താണെന്നുള്ളത് ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്. ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് ഈ നൈട്രജൻ ഇത് ചെടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പിൽ വളരും. പിന്നെ ആരോഗ്യത്തോടു കൂടെ ഉന്മേഷത്തോടു കൂടെ വളരും. ഇങ്ങനെ വാടി തളർന്നിട്ടൊന്നും ആയിരിക്കില്ല ചെടികൾ ഉണ്ടാവുക. പിന്നെ ധാരാളം ശാഖകളുണ്ടാവും, ധാരാളം പൂക്കളുണ്ടാവും, മുട്ടുകൾ, പൂക്കൾ, പച്ചക്കറിക്കാണെങ്കിൽ കുറേ കായ്കൾ എല്ലാം ഉണ്ടാവും. പിന്നെ പൂവിട്ട് കഴിഞ്ഞാൽ പൂവ് അങ്ങനെ ഒന്നും കൊഴിഞ്ഞു പോകുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു ദിവസം ഒഴിച്ചിട്ട് അങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. അതിൻ്റെ പുറകെ കൂടണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് ധാരാളം നൈട്രജൻ, അതിൻ്റെ ചാണകം വരെ തോറ്റുപോകും. അപ്പോൾ ഈ ശീമക്കൊന്ന കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നല്ല പവർഫുള്ളാണ്, നല്ലൊരു കീടനാശിനിയാണ്, നല്ല ജൈവവളമാണ്. ഇങ്ങനെ ഊരി ഇങ്ങോട്ട് എടുത്താൽ മതി. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നത് വെച്ചാൽ അധികം ഇലിയൊന്നും ഇടണ്ട. അപ്പം ഞാൻ കുറച്ചധികം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിതാ, ഇത്ര മതി. എന്നാൽ താമസമായി പോണ്ട, കുറച്ചുകൂടി ഊരി ഞാൻ എപ്പോൾ എനിക്ക് കൃഷി എടുക്കണമെങ്കിലും ഇത് വേണോ. അങ്ങനെ ഒന്നും പുഴുക്കളൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ലൊന്നും നമ്മളെ ഒച്ചി അങ്ങനെ ഉണ്ടാവില്ല ഇതിൽ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചെടികളിൽ കേട്ടോ. ഈ മൂഞ്ഞ അതൊക്കെ അങ്ങ് പോയി കിട്ടും. ഇത് ഇത്ര എടുത്തു, ഞാൻ ഒരു ബക്കറ്റിൻ്റെ ഇത്രയും അങ്ങ് എടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം കറ്റാർവാഴ ഇടുന്നുണ്ട്. കറ്റാർവാഴ ഇതിൽ ഇട്ടോളണമെന്നില്ല, ഉള്ളവരിടുന്നത് നല്ലതാണ്. കറ്റാർവാഴ നല്ലൊരു മരുന്നാണ്, വളമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊക്കെ നടക്കും. റോക്കറ്റ് സ്പീഡിൽ വളരുമെന്ന് പറഞ്ഞാൽ വളർച്ച തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ.
ഇത് കൂടുതലൊന്നും ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കുറച്ച് മതി, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കറ്റാർ വാഴല്ലേ, നമ്മളിപ്പോൾ കൃഷി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കറ്റാർ വാഴയെങ്കിലും നമ്മൾ നട്ടിരിക്കണം കേട്ടോ. ഇത് എന്തിനൊക്കെ വേണമെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല ജൈവവളവും കീടനാശിനിയും ഒക്കെയാണെന്നുള്ളത്. നമ്മൾ വേര് പിടിപ്പിക്കാൻ ഒരു തണ്ട് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൽ കുത്തി നട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും. പിന്നെ വെള്ളത്തിലിട്ട് വെക്കുന്ന ചെടികളൊക്കെ ഉണ്ട്, അതിലേക്ക് ഒരു ചെറിയ പൊട്ട് ഈ അലോവേരൻ്റെ ഇതിട്ട്, അലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ മനസ്സിലാവാത്തവരുണ്ടാവൂരല്ലോ. പിന്നെ പിന്നെ ഞമ്മക്കും ഇത് നല്ലതാ. ഇത് പിടിപ്പിക്കുന്നത് മുടി ഇങ്ങോട്ട് കട്ട പിടിച്ചുണ്ടാവാൻ ഇത് ഫസ്റ്റാണ്. പിന്നെ മുഖം വെട്ടിത്തിളങ്ങാൻ ഇതിനെ ജെല്ല് തേച്ചാൽ മതി, മുഖം വെട്ടിത്തിളങ്ങും. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ തേക്കലില്ലേ, നിങ്ങളെ മുഖം വെട്ടിത്തിളങ്ങുന്നില്ലല്ലോ എന്ന്. ഞാനും കുറച്ച് പ്രായമായത്, എൻ്റെ നിങ്ങൾ നോക്കണ്ട, ചെറുപ്പക്കാരികളുണ്ടാവും. അപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുവാണ്. ചെടികളെയും സൗന്ദര്യം കൂട്ടും ഇത്, കാരണം നല്ല ഉഷാറിൽ പച്ചപ്പിൽ വളരുമല്ലോ. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞല്ലോ, ഇനി ഇത് മൂടാൻ മാത്രം വെള്ളം ഒഴിക്കുക. മൂടാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഇതിന് സ്മെല്ലൊക്കെ ഉണ്ടാവുകയെ. അപ്പോൾ എല്ലാം ഇപ്പോൾ നമുക്ക് നടക്കുമോ? കുറച്ചൊക്കെ സ്മെല്ലൊക്കെ സഹിക്കണം. അത് ചെടികൾ ഉണ്ടാവണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ മതി. മേലെ അവക്കാടെ കൊണ്ടെടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ അടച്ച് വെക്കും. ഇതുകൊണ്ടല്ല കേട്ടോ ഞാൻ അടക്കുന്നത്, ഞാൻ വേറെ ഒന്നിനുണ്ടാ. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് എടുത്ത് നോക്കിയാൽ നല്ല പവർഫുൾ ടോണിക്കായിട്ടുണ്ടാവും. ശീമക്കൊന്ന ടോണിക്ക്. ഇത് നമുക്ക് ദിവസേന പോയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക ദിവസേന. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇതുപോലെ തന്നെ നമുക്ക് പുല്ല് പറിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അത് നല്ലൊരു മരുന്നാണ്. പിന്നെ ശീമക്കൊന്ന കഷായമുണ്ട്, അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ ശീമക്കൊന്നൻ്റെ ഇല എടുത്തിട്ട് തിളപ്പിക്കുക, വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അതാറിക്കഴിഞ്ഞിട്ട് അതിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ ഇങ്ങനെയും ചെയ്യുക. ഞാൻ ഉണ്ടാക്കിയ പഴയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് കൊണ്ടുപോയി വെക്കട്ടെ. ഇതിൻ്റെ അടുത്ത ടോണിക്കിനുള്ളതാണ്. ഞാൻ എൻ്റെ പഴയത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ കളറ്? ഇത് നേർപ്പിച്ച പച്ച കളറാവും. ഇതാണ് അതിൻ്റെ കളറ്. ഇതിൻ്റെ അടിയിലാണ് ചീമക്കൊന്നൊക്കെ ഉള്ളത്. ഇതാ ചീമക്കൊന്നൻ്റെ കമ്പൊക്കെ കണ്ടില്ലേ കുറച്ച്. പിന്നെ ഇതിൽ നമ്മൾ ഒരു പാട്ട ഇത് ഞാൻ എടുത്താൽ ഇതിന് 10 പാട്ട വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം, നന്നായിട്ട് നേർപ്പിക്കണം. ഇതിൽ കുറേ നൈട്രജൻ ഉണ്ടല്ലോ, ആ ചെടി അങ്ങ് ഉഷാറിൽ വളരട്ടെ എന്ന് ആക്രാന്തം പിടിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ വെളുക്കാൻ തേച്ച് പാണ്ടാവുക പറിച്ചിലുള്ളൂ, ഒപ്പടം അങ്ങ് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഇത് ജൈവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിന് വീര്യം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് 10 ഇരട്ടിയോ 15 ഇരട്ടിയോ 15 പാട്ട വെള്ളം ഒഴിച്ചിടും, അത്രക്കും നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിക്കുന്നതിന് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഉച്ചയൊന്നും ആരും ഒഴിക്കാൻ പോകരുത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനൊക്കെ കുറച്ച് മുമ്പേ ഒഴിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഏറ്റവും നല്ല ടൈം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് വൈകുന്നേരമാണ് നല്ലത്. നമ്മൾ നേരം വെളുക്കുന്നേരം പിടിച്ച് നിന്നോളല്ലോ ചെടികളിൽ. പിന്നെ അലോവേര ഞാൻ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സോപ്പും വെള്ളമൊക്കെ ചിലർ ഒഴിക്കുന്നുണ്ട്. ഈ അലോവേര എന്ന് പറഞ്ഞാൽ കുറച്ച് കൊഴുപ്പാണ്. അപ്പം ആ ചെടീൻ്റെ ഇലകളിലൊക്കെ അടിച്ചു കൊടുത്താൽ അതവിടെ പറ്റി പിടിച്ച് അവിടെ നിന്നോളൂ. പറ്റി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളീച്ച പോലത്തെ നമ്മളെ ഉപദ്രവിക്കുന്നില്ല, ചെടികളെ നീര് ഊറ്റി കുടിക്കുന്നത്. അപ്പോൾ ഊറ്റി കുടിക്കുന്ന അതൊന്നും ഇത് കുടിക്കാൻ വരില്ല. ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു മരുന്ന് തളിച്ചിട്ട് ഉറുമ്പ് വരാതിരിക്കാനുള്ള മരുന്ന് ഞങ്ങളെ കാണിച്ചിരുന്നില്ലയോ. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ അടിച്ചിട്ട് ഉറുമ്പ് പോകുന്നില്ല. ഒരു ദിവസം അടിച്ചാലൊന്നും പോകൂല. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കുറേ ദിവസം അടിച്ചുകൊണ്ടേ ഇരിക്കണോ, എന്നാൽ അത് പോവും 100%. നിങ്ങൾ അങ്ങനെ ചെയ്തു വെക്കേണ്ടി. ഒന്നുമേലൊന്നും നിങ്ങൾ നിൽക്കരുതേ, കുറേ പ്രാവശ്യം വേണം. ചെടി ഭ്രാന്തുള്ളവർക്ക് ഇതാവുള്ളൂ, മടുത്തു. അല്ലെങ്കിൽ ഞാനങ്ങനെ തന്നെ എല്ലാത്തിനും പുറകെ നടന്നുകൊണ്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും. 15 ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് ചീമക്കൊന്ന ഭയങ്കര വീര്യമുള്ളതാണ്. അപ്പം എൻ്റെ പഴയത് കാണിച്ചല്ലോ, ഇനി പുതിയത് ഞാൻ കുറച്ചും കൂടെ ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഇതെൻ്റെ വെള്ള പിന്നെ ബോഗൺവില്ല. ഇതെൻ്റെ ബാൾസം കണ്ടോ. ഞാൻ കുറേ ഒന്ന് കട്ട് ചെയ്തിട്ട് പുതിയത് പിടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ചെടി മാത്രമേ എനിക്കുള്ളൂ.
അതുകൊണ്ട് ഇവിടെ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോയി പിടിപ്പിച്ചു. കാരണം എനിക്ക് വെള്ളം നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഈ ജെറേനിയ ഉണ്ടല്ലോ, ജെറേനിയത്തിന് നോക്ക് പൂവിട്ടത്. എനിക്ക് മറ്റ് ജെറേനിയത്തിൽ എനിക്ക് അത്രയൊന്നും വലിപ്പം ആർക്കും തോന്നിയില്ല. ഇന്ത്യയിൽ ഭയങ്കര വലിപ്പം. എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള കടിച്ചിട്ടാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ നമ്മൾ പോട്ടിൽ നിലത്താണെങ്കിൽ നമുക്ക് എത്രയും ഒഴിക്കാം. നമ്മളിങ്ങനെയുള്ള പോട്ടിലോ അല്ലെങ്കിൽ കവറിലോ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഒഴിക്കണ്ട. കാരണം ഒലിച്ചങ്ങ് പോവും. കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ച് ഒലിച്ച് പോയാൽ നമുക്ക് ഇതിൻ്റെ ഗുണം മൊത്തം ഒലിച്ചങ്ങ് പോയില്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ ഒരിക്കലും അധികം ഒഴിക്കൂല അതിലൊന്നും. മണ്ണിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒഴിക്കാം. ഇതൊക്കെ മുട്ട കേട്ടോ, ഇത് മുട്ട. മുട്ട എന്ന് പറഞ്ഞാൽ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വേറൊന്നുണ്ടോ. ഇതാ എനിക്ക് ജെറേനിയ കുറേ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചാൽ മതി. ഞാൻ എൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് കണ്ടു. എൻ്റെ ഡേയ്സിയൊക്കെ കണ്ടോ, പൂ രണ്ടാമത് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ പൂട്ട് കഴിഞ്ഞ് ഉണ്ടാവുന്നത് ഇതാ കണ്ടില്ലേ. ഇതിനും കുറേ കട്ട് ചെയ്ത് പോയി. ഞാനവിടെ ഇതിൻ്റെയൊക്കെ വീതി നോക്കി, ജമന്തിൻ്റെയൊക്കെ ഇതാ കണ്ടില്ലേ. ഇതാ മുട്ട ഉണ്ടോ, മുട്ട ഇതിലൊക്കെ മുട്ട. ഇതാ എനിക്ക് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയിലുണ്ടാവും ഇത്. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ചാണകമൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ട. നമുക്കിപ്പോൾ എല്ലാം പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചെടി ഉണ്ടാക്കാനാവുമോ. അപ്പം ഇങ്ങനെ അങ്ങ് പിടിപ്പിച്ചാൽ ആണുങ്ങളൊക്കെ അധ്വാനിക്കാൻ പോയി പണം ഉണ്ടാക്കട്ടെ. നമുക്ക് എന്താക്കാം, ഇങ്ങനെ ഓരോന്നോരോ സൂത്രവിദ്യയിലൂടെ വീടും നല്ല അഴകല്ലേ. പൂക്കളൊക്കെ പിടിപ്പിക്കുമ്പോൾ പച്ചക്കറിയാണെങ്കിൽ വിഷരഹിത പച്ചക്കറി മക്കൾക്ക് കൊടുക്കുക. ഞാൻ തൈകൾ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ തൈകൾ മഴ പിടിക്കുകയല്ലേ, അപ്പം അതിനു വേണ്ടി ഉണ്ടാക്കിയതാ. ഇതൊക്കെ സമയം തെറ്റി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഞാൻ മത്തനൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ വേര് വന്നു പോയിട്ടോ. എന്താ നിറച്ച് വേര് പുറത്ത് ചാടിയതാ. മത്തൻ്റെ വിത്ത് കൊട്ടിയൊരു പ്ലാവിൻ്റെ ഇലയിലേക്ക് വെച്ച് പിടിപ്പിച്ചതാ. ഇതൊക്കെ നടാൻ സമയമായിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ കപ്പ നടുന്നത് എങ്ങനെ അറിയോ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങ് നട്ടുകൊടുത്ത്. എന്നിട്ട് ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതാ കണ്ടോ വരുന്ന് പുതിയ തളിര് വരുന്നത് കണ്ടോ. ഇനി ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി നടാം. ഇതെല്ലാം എൻ്റെ മത്തൻ്റെ, അതെൻ്റെ പീച്ചങ്ങ നട്ടതാണ് ഞാൻ. അതൊക്കെ ഞാൻ വേറെ നടു. ഇത് തൈ കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊക്കെ എൻ്റെ തൈകൾ. ഞാൻ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കും. ആരോഗ്യമുള്ള തൈയായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പത്തിൽ തന്നെ അങ്ങ് ഒഴിച്ച് ആരോഗ്യത്തോടുകൂടി വളർന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വളർന്നോളൂ. ഇതെൻ്റെ ബാൾസ, നല്ല കട്ട ചോപ്പ് ബാൾസ് എനിക്കില്ലേന്, ഹൈബ്രിഡാ. ഇത് ഞാൻ പിടിപ്പിച്ചതാണ്. ഇതിങ്ങനെ ഇപ്പം കണ്ടോ കൊണ്ടുവന്ന് ഉഷാറാക്കി, നല്ല ഉഷാറായിന്. ഇനി കുറച്ച് തണ്ട് നട്ട് വേറെ നടണം എനിക്ക്. എന്നാലും ഇത് പോയാൽ മറ്റേ എനിക്ക് വേണമല്ലോ. ഇതെൻ്റെ ജമന്തി മഞ്ഞ. എൻ്റെ ജെറേനിയത്തിനൊക്കെ ജെറേനിയം മൊത്തത്തിൽ പൂവും ഒട്ടുക. ചീരി അതിൻ്റെ ഇടയിൽ മുളച്ചിട്ടുണ്ട്. ഇതൊക്കെ തൈ ഞാൻ നട്ടിട്ടേ ഉള്ളൂ, പൂവിട്ടിട്ടോ. അടിപൊളി പൂവായി. ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതാ. അപ്പോൾ ഇതാ രണ്ടാമത് തളിരൊക്കെ വരുന്നത് കണ്ടോ. നല്ല പച്ചപ്പിന് തളിര് നന്നായി ശാഖ ഉണ്ടാകും. ഇത് നല്ലതാ ഈ ടോണിക്ക്. ഇതെൻ്റെ വെർട്ടിക്കൽ 8 മണി. 8 മണി എന്നുള്ളത് പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടോ. അപ്പം ഈ 8 മണി പൂവിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ച നേരെ കാണുള്ളൂ. 8 മണി തൊട്ടേ ഇത് വൈകുന്നേരം. ഇപ്പം വൈകുന്നേരം ഇപ്പോഴല്ലോ, അതുകൊണ്ട് പൂവൊക്കെ പൂടി. ഇതിൻ്റെ ഒരു വളർച്ച തന്നെ ഞെട്ടിച്ചിന് കേട്ടോ. കുറച്ചേ ഒഴിക്കാവും, കൂടുതൽ ഒഴിച്ചതിനോട് ഒരു കാര്യമില്ല, ഒലിച്ചങ്ങ് പോവുകയുള്ളൂ. നമ്മളെ മരുന്നും ടോണിക്കും തീർന്നു പോവും. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വലിപ്പം കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത്. ഇത് കട്ട് ചെയ്യണം എനിക്ക്, എന്നാലേ ശാഖ വന്നിട്ട് കൂടുതൽ മുട്ടുണ്ടാവുള്ളൂ. എൻ്റെ ഹാങ്ങിങ് ഒഴിക്കട്ടെ. ബിഗോണിയ. ഇത് വേറെന്തൊരു ചെടിയാണ്. കുറച്ച് വെച്ചത് അതന്നെ ഉറ്റി വരുന്നുള്ള വെച്ചപ്പോൾ തന്നെ ഉറ്റൽ കഴിഞ്ഞു പോയി. ഉറ്റി പോയിട്ട് കാര്യമല്ല. ഇതിൻ്റെ പേരെന്തേലും നിറച്ച് പൂവുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോട് മറന്നുപോയി എൻ്റെ പേര്. നിറച്ച് പൂ ഇങ്ങനെ മൊട്ടിടുന്നുണ്ട്. എന്നോട് കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു നിങ്ങളെ പിന്നെ പൂബോൾ ഉണ്ടാക്കിയ എന്താ. ഇതാ പൂബോൾ ഇപ്പം കുപ്പി കാണാത്ത രീതിയിലാവുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ വെട്ടിക്കൊടുത്തായിരുന്നു, വീണ്ടും വെട്ടിയതാ. പൂവുണ്ടായിരുന്നു, പൂപ്പങ്ങൾ കാണൂല, കൂടിപ്പോയി. ഒന്നുണ്ട് ഇവിടെ. ഇതാ അതിനൊക്കെ ഇതങ്ങ് ചേർത്താലേ അടിപൊളിയാ.
അപ്പോൾ എൻ്റെ ടോണിക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. ടോണിക്കും ഞാൻ പറഞ്ഞു തന്നു, കഷായവും ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്തൊന്നും ഈ ചീമക്കൊന്നല്ല എങ്കിൽ ചീമക്കൊന്നൻ്റെ വെട്ടിയിട്ട് പ്രൂൺ ചെയ്യുന്ന ടൈമാണ് അപ്പം. കാരണം അടുത്ത മാസം മഴക്കാലം ഇപ്പം തന്നെ മഴ തുടങ്ങി. രാത്രി നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ മഴക്കാലത്ത് ഇത് അങ്ങോട്ട് ഉണ്ടാവും, തളിര് പൊട്ടിക്കും തോറും ഉണ്ടാവും. അപ്പോൾ നല്ല പച്ചിലവളാണ്, നല്ല കീടനാശിനിയാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾ നന്നായിട്ട് പൂക്കും, പൂവിടും, നല്ല പച്ചപ്പായിരിക്കും, പൂക്കൾ നല്ല അഴകായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അത് രസമല്ലേ നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ച് ഉണ്ടാവുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉണങ്ങിയതൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ ഒന്ന് കട്ട് ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ പിടിപ്പിച്ചാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.